ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസിൽ നിന്നും അതുപോലെ തന്നെ സോളിഡ്സിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ചോദിക്കുന്ന 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ലൈവിൽ ചെയ്തിരുന്നു, എന്നാൽ ലൈവിൽ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു റെക്കോർഡ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളതെല്ലാം. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക. സോ ആദ്യത്തെ ചോദ്യം, ആരം 30 സെന്റിമീറ്റർ ആയിട്ടുള്ള വൃത്താകൃതിയിലുള്ള ഒരു തകിടിൽ നിന്ന് 120 ഡിഗ്രി കേന്ദ്ര കോണുള്ള വൃത്താംശം വെട്ടിയെടുക്കുന്നു. ഇത് വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. അതായത് ഫ്രം എ സർക്കുലർ മെറ്റൽ ഷീറ്റ് ഓഫ് റേഡിയസ്, അതായത് ആ സർക്കുലർ മെറ്റൽ ഷീറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ സ്ലാൻഡ് ഹൈറ്റ്. ഓർത്ത് വെച്ചു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഈ കാര്യം എടുത്ത് അങ്ങോട്ട് എഴുതി വെക്കാം. സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ, അതിനെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഈസ് കട്ട് ഔട്ട് മെയ്ഡ് എ കോൺ. കോൺ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള സെക്ടർ അഥവാ വൃത്താംശത്തിന്റെ കേന്ദ്ര കോൺ 120 ഡിഗ്രി ആണ്. അതിന്റെ ആരം എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എത്രയാന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിന്റെ ആൻസർ ഇവിടെ ഉണ്ട്, 30 സെന്റിമീറ്റർ. ഓക്കെ, 30 സെന്റിമീറ്റർ, നോ ഡൗട്ട്. ഇനി what is the base radius of the cone? Okay, a question the answer L is equal to 30 centimeter. അടുത്തത് r എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്താം, നമുക്ക് ഈ ഒരു കാര്യം x by 360 is equal to r by L. സിമ്പിൾ ആണ് മക്കളെ, ശ്രദ്ധിച്ചോ. x എന്ന് പറയുന്നത് 120 ആണ്. 120 divided by 360 is equal to r by L എന്ന് പറയുന്നത് എത്രയാ മക്കളെ? L എന്ന് പറയുന്നത് എത്രയാണ്? L എന്ന് പറയുന്നത് 30 ആണ്. സോ r by 30. 0 0 ക്യാൻസൽ ചെയ്താൽ 12 by 36. 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 1 by 3 is equal to r by 30. 3നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടുക? നിങ്ങൾക്കറിയാം 10 കൊണ്ടാണ്, ശരിയല്ലേ? 3നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ r കിട്ടാൻ 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ r is equal to 10 സെന്റിമീറ്റർ. r എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെന്ന് എന്റെ മക്കളെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെറ്റ് ആണോ? r എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെന്ന് എന്റെ മക്കൾക്ക് ആൻസർ കിട്ടും. മൂവിങ് ടു a ക്വസ്റ്റ്യൻ കഴിഞ്ഞു. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ഓഫ് ദ കോൺ. കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ CSA ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അതിന്റെ വക്രമുഖ പരപ്പളവ് അഥവാ വക്രതല പരപ്പളവ് കാണാനുള്ള ഫോർമുല πr ആണ്. പൈ ഇൻറ്റു ആർ. റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്. L എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 30. ദാറ്റ് ഈസ് 300 പൈ സെന്റിമീറ്റർ സ്ക്വയർ. 300 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ്, വാട്ട് വുഡ് ബി ദ റേഡിയസ് ഓഫ് എ കോൺ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് the remaining sector? എന്റെ മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോ ഈ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെങ്കിൽ റിമൈനിങ് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ റിമൈനിങ് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ 240 ഡിഗ്രി ആയിരിക്കും. സംശയം വേണ്ട, 240 ഡിഗ്രി. അങ്ങനെ 240 ഡിഗ്രി ആണെങ്കിൽ എന്റെ മക്കൾ കൃത്യമായിട്ട് എന്ത് പഠിച്ചു വെക്കുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. C question 240 by 360 that is equal to എല്ലാരും ശ്രദ്ധിച്ചോ, r by L. L എത്രയാ? 30. ശരിയല്ലേ? 0 0. രണ്ടിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 by 3 is equal to r by 30. ശരിയല്ലേ? r by 30. സോ 3നെ 30 ആക്കാൻ 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതേ 10 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻറ്റു 10 ചെയ്താൽ r കിട്ടും. r is equal to 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ ആണ് ആ രണ്ടാമത്തെ കോണിന്റെ പാദ ആരം. അതാണ് നമ്മളുടെ C ക്വസ്റ്റ്യൻ. സെറ്റ് ആണല്ലോ. C ക്വസ്റ്റ്യനും അതുപോലെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ലാർജസ്റ്റ് സ്ഫിയർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെന്റിമീറ്റർ? ഞാനൊരു ക്യൂബ് ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, ഈ ക്യൂബിന്റെ സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്ക്, ക്യൂബിന്റെ എഡ്ജ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ഇതാക്കുന്നത്? അതിൽ നിന്നാണ് നമ്മൾ സ്ഫിയർ
അതായത് അതിൽ നിന്ന് നമ്മളൊരു വലിയ ഗോളം ചെത്തിയെടുക്കുകയാണ്. അങ്ങനെ ഒരു വലിയ ഗോളം ചെത്തിയെടുക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഇതിൽ നിന്ന് നമ്മളൊരു വലിയ ഗോളം ചെത്തിയെടുക്കുന്ന സമയത്ത് ആ ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരിക്കും. അഥവാ അതിന്റെ വ്യാസം എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആയിരിക്കും. ആരം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? റേഡിയസ് എത്രയാണ്? സോ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരിക്കും. ഫൈൻഡ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം. സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. 4π × 6² that is equal to 144 പൈ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 6² 36, 36 × 4 144 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അതേപോലെ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 × പൈ × 6³. സോ 6നെയും 3നെയും കൂടെ ഡിവൈഡ് ചെയ്താൽ 2. 6 × 6 36, 36 × 2 72, 72 × 4 288 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 288 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് എൻ്റെ മക്കളെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെറ്റ് ആണല്ലോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ കോൺ ഓഫ് മാക്സിമം സൈസ് ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെന്റിമീറ്റർ. കോണിന്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു കണ്ടോ. ഞാൻ ഇതാ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാം. ഓക്കെ, കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് കാർവ് ഔട്ട് ചെയ്യുന്നത്? ഇതിൽ നിന്ന് നമ്മളൊരു കോണ് കാർവ് ഔട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഈ കോണിന്റെ കേസ് എടുത്താൽ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതായത് അതിന്റെ ഡയമീറ്റർ 12 ആണ്. 2r എന്ന് പറയുന്നത് 12 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരിക്കും. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സൈഡ് 12 അല്ലേ, സോ 12. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോളിയം അല്ലേ ചോദിച്ചുള്ളത്. വോളിയം ഈസ് ഈക്വൽ ടു 1/3 പൈ r² h. ദാറ്റ് ഈസ് 1/3 × പൈ × 6² × ഹൈറ്റ് 12. ശരിയല്ലേ? ഹൈറ്റ് 12 ആണ്. സോ 3നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 × 6². 6ന്റെ സ്ക്വയർ എത്രയാടാ? 6ന്റെ സ്ക്വയർ 36. 4 × 36 that is 144 പൈ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 144 അല്ലേ? 1/3 പൈ r² h എന്നുള്ളത് ഈ രീതിയിൽ വരും. സോ 144 പൈ എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത്. 144 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ നമ്മൾ ചെത്തിയെടുക്കുന്ന പരമാവധി വലിപ്പമുള്ള വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. 144 പൈ സെന്റിമീറ്റർ ക്യൂബ്. അടുത്ത ചോദ്യം, എല്ലാവരും ശ്രദ്ധിച്ചു. There are 2 cylindrical wooden blocks with diameter 60 cm. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് 2r. 2r 60 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൽ നമുക്ക് കിട്ടും റേഡിയസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ശരിയല്ലേ? ഹൈറ്റ് 60 സെന്റിമീറ്റർ. A largest cone is carved out from one block and largest sphere from the other. എല്ലാവരും ശ്രദ്ധിച്ചു. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കയ്യിൽ ഒരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, നമ്മളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ഈ സിലിണ്ടറിന്റെ അകത്ത് നിന്ന് നമ്മൾ പരമാവധി വലിപ്പമുള്ള ഒരു കോണും അതുപോലെ തന്നെ ഒരു സ്ഫിയറും കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇതിനകത്ത് നിന്ന് നമ്മൾ ഒരു ലാർജസ്റ്റ് കോണും അതുപോലെ തന്നെ ലാർജസ്റ്റ് സ്ഫിയറും. ലാർജസ്റ്റ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ലാർജസ്റ്റ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഇതാണ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്ന ലാർജസ്റ്റ് സ്ഫിയർ. ഡയമീറ്റർ 60 ആയതുകൊണ്ട് തന്നെ അതിന്റെ റേഡിയസ് 30 സെന്റിമീറ്റർ ആയിരിക്കും.
30 സെന്റിമീറ്റർ. നേരെ മറിച്ച് ലാർജസ്റ്റ് കോൺ എന്ന് പറയുമ്പോ ഇതിലെ ലാർജസ്റ്റ് കോൺ എന്ന് പറയുന്നതിന്റെ റേഡിയസ് 30 ആണ്. അതുപോലെ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 60. 30ഉം 60ഉം നോ ഡൗട്ട്. ഓക്കെ, 30ഉം 60ഉമാണ് അതിന്റെ 30 റേഡിയസ്, 60 ഹൈറ്റ്. അതാണ് കോണിന്റെ മെഷേഴ്സ്. അപ്പോ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? സിലിണ്ടറിന്റെ വോളിയം അഥവാ മക്കൾ നോക്ക്, വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ് ചോദിച്ചിട്ടുള്ളത്. കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ എച്ച്, ദാറ്റ് ഈസ് പൈ ഇൻറ്റു 30 സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് 60. ഹൈറ്റ് 60. സോ ഞാനൊരു പേപ്പർ എടുക്കുന്നു, പുതിയ പേജ് എടുക്കുന്നു, എന്നിട്ട് ഇതാ നമ്മൾ അടിപൊളിയായിട്ട് എഴുതാൻ പോകുന്നു. എ ക്വസ്റ്റ്യന്റെ ആൻസർ പൈ ആർ സ്ക്വയർ എച്ച്, ദാറ്റ് ഈസ് പൈ ഇൻറ്റു 30 ആണ് റേഡിയസ്, 30 സ്ക്വയർ ഇൻറ്റു 60. അത് പൈ ഇൻറ്റു 30 ഇൻറ്റു 30 ഇൻറ്റു 60. 3 9 9 9 6 54. ഇതിനൊക്കെ 0 ഉണ്ട്. 54,000 പൈ സെന്റിമീറ്റർ ക്യൂബ്. 54,000 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. Then find the volume of the cone. B. Volume of cone. വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. 1/3 പൈ ആർ സ്ക്വയർ എച്ച്, അതായത് 1/3 ഇൻറ്റു പൈ ഇൻറ്റു 30 സ്ക്വയർ ഇൻറ്റു 60. Okay, that is 1/3 into pi into 30 square. 30 into 60. 3ഉം 30ഉം 10. ശരിയല്ലേ? 30 into 60 into 10 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 18,000 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾക്ക് ആൻസർ വരും. 18,000 പൈ സെന്റിമീറ്റർ ക്യൂബ്. Find the radius of the sphere. സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ തന്നെയാണ്. സ്ഫിയറിന്റെ റേഡിയസ് 30 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ, ദാറ്റ് ഈസ് 4/3 ഇൻറ്റു പൈ ഇൻറ്റു 30 ക്യൂബ്. 30 ഇൻറ്റു 30 ഇൻറ്റു 30. ഓക്കെ, സോ 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. 30 ഇൻറ്റു 30 900. 900 into 10 9,000. 9,000 into 4 36,000 pi centimeter cube. Find the ratio of the volume of the cone and sphere. കോണിന്റെയും അതുപോലെ തന്നെ സ്ഫിയറിന്റെയും വോളിയംസ് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് കാണാൻ എന്ത് ചെയ്യും? അത് കാണാൻ വളരെ സിമ്പിൾ ആണ്. വോളിയം ഓഫ് sphere divided by volume of cone, that is equal to 36,000 pi divided by 18,000 pi. നമുക്ക് കോണിന്റെ വോളിയം 18,000 പൈ ആണ്. ഓക്കെ, പൈയും പൈയും ക്യാൻസൽ ചെയ്യാം. 30 ക്യാൻസൽ ചെയ്യാം. സോ 36നെ 18 ഡിവൈഡ് ചെയ്താൽ 2, 18നെ 18 ഡിവൈഡ് ചെയ്താൽ 1. സോ വോളിയം ഓഫ് സ്ഫിയറും വോളിയം ഓഫ് കോണും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2:1 ആണ് റേഷ്യോ എന്ന് നിങ്ങൾക്ക് കിട്ടും. അല്ലേ മക്കളെ? 2:1 ആണ് നമ്മളുടെ റേഷ്യോ എന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റ് ആണല്ലോ. മൂവിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾസ് എന്നുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ. മെഷർ തന്നിട്ടുണ്ട്, വോളിയാണ് ചോദിച്ചിട്ടുള്ളത്. കോണിന്റെ റേഡിയസും ഹൈറ്റും 6 ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിച്ചോ, 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 6 ആണ്. ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 പൈ ആർ ക്യൂബ്. ഓക്കെ, ഹെമിസ്ഫിയറിന്റെ റേഡിയസ് 6 ആകുമ്പോൾ വോളിയം 2/3 പൈ ആർ ക്യൂബ്. ശരിയല്ലേ? സ്ഫിയറിന്റെ കേസിലാണെങ്കിൽ 4/3 പൈ ആർ ക്യൂബ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയംസ് ഓഫ് കോൺ, ഹെമിസ്ഫിയർ, സിലിണ്ടർ ആൻഡ് സ്ഫിയർ? മക്കളെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു.
വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയംസ് ഓഫ് കോണ്, ഹെമിസ്ഫിയർ, സിലിണ്ടർ ആൻഡ് ഇവിടെ സിലിണ്ടറിന്റെ റേഡിയസും ഹൈറ്റും ഈക്വൽ ആണെങ്കിൽ സിലിണ്ടറിന്റെ വോളിയം πr³ ആണ്. സിലിണ്ടറിന്റെ വോളിയം πr³ ആണ്. സോ നമ്മളോട് ചോദിക്കുകയാണ് വോളിയം ഓഫ്, എല്ലാവരും ചോദിച്ചു, വോളിയം ഓഫ് ആരൊക്കെയാണുള്ളത്? കോണ്, വോളിയം ഓഫ് ഹെമിസ്ഫിയർ, കോണ്, ഹെമിസ്ഫിയർ, അതുപോലെ സിലിണ്ടർ, അതുപോലെ അടുത്തതാരാ? നിങ്ങൾ നോക്ക്, ആരാ ചോദ്യത്തിൽ പറയുന്നത്? സ്ഫിയർ. സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഗോളം, ശരിയല്ലേ? റേഡിയസും ഹൈറ്റും ഈക്വൽ ആണ്, അതുകൊണ്ട് ഹൈറ്റ് r ആകുമ്പോൾ πr³ ആണ്. πr³ ആണ് നമ്മളുടെ വോളിയം. സോ കോണിൻ്റെത് 1/3 πr³, 2/3 πr³, സിലിണ്ടറിൻ്റെത് πr³, സ്ഫിയറിൻ്റെത് 4/3 πr³. സെറ്റ് അല്ലേ? എല്ലായിടത്തും എന്തുണ്ട്? πr³ ഉണ്ട്. വെട്ടിക്കളയാം. πr³. സോ നമുക്ക് റേഷ്യോ കിട്ടും 1/3 2/3 ഇവിടെ πr² കംപ്ലീറ്റ്ലി, സോറി πr³ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോകുമ്പോ അവിടെ ഒന്നുണ്ടാകും, ഒന്ന് മറന്നു പറഞ്ഞിട്ടോ. 4/3 സെറ്റ് ആണല്ലോ, 4/3. ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ട എന്താണെന്നറിയോ? എല്ലാരെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 1/3 is 2. 3 into 2/3 is 2. 3 into 1 is 2. 3 into 4/3. ഓക്കെ, ഈ by3യും മുകളിലുള്ള 3യും ക്യാൻസൽ ആവും. 3യും by3യും 3യും ക്യാൻസൽ ആവില്ല കേട്ടോ. ആ 3 ക്യാൻസൽ ആവും. ഈ 3യും ഈ by3യും ക്യാൻസൽ ആവും. സോ ബാക്കി എന്താ ഉള്ളത്? ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടും 1:2:3:4. 1:2:3:4 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും മക്കളെ. സിമ്പിൾ. സെറ്റ് ആണല്ലോ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ആൻസറിലേക്ക് വരാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് സർക്കിൾസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A+ ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഓക്കെ, A+ ലെവല് ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. A+ ലെവൽ ക്വസ്റ്റ്യൻ, A+ നിർണ്ണയിക്കുന്ന ക്വസ്റ്റ്യൻ. നോക്കോ, ഇവിടെ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാണെന്നാ ചോദിക്കുന്നത്. ആംഗിൾ എ നിങ്ങൾക്ക് കാണാം ഡിയിൽ തുടങ്ങി ബിയിലേക്ക് പോകുന്നു അല്ലെ? ഡിയിൽ തുടങ്ങി ബിയിലേക്ക് പോകുന്ന മറ്റൊരു ആംഗിൾ ഏതാ? ആംഗിൾ സി. ആംഗിൾ എക്ക് ഈക്വല് ആംഗിൾ സി. സാർ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ആണ്. അടുത്ത നോക്ക്, റൈറ്റ് വൺ മോർ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ആംഗിൾ ഡി എന്ന് പറയുന്നത്, മക്കളെ നോക്ക്, ആംഗിൾ ഡി എന്ന് പറയുന്നത് ആംഗിൾ ബിക്ക് ഈക്വൽ ആണ്. ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇക്വാലിറ്റി പറയാൻ പറ്റുന്ന രണ്ട് ആംഗിൾസ് ആണ് ഇത് രണ്ടും അല്ലെ? കാരണം എന്താ? ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലെ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാംഗിൾസും സിമിലർ ട്രയാംഗിൾസ് അല്ലേ? രണ്ട് ട്രയാംഗിൾസും സിമിലർ ട്രയാംഗിൾസ് അല്ലേ മക്കളെ? എ പി, മക്കളെ എ പി എന്ന് പറയുന്നത് ഡിക്ക് ഓപ്പോസിറ്റ്. എ പി ബൈ പി സി ഇസ് ഈക്വൽ ടു എ പി ബൈ പി സി. അതായത് ഈ സിമിലർ ട്രയാംഗിൾസിന്റെ ഐഡിയ ഉപയോഗിച്ച് ആംഗിൾ ഡിക്ക് ഓപ്പോസിറ്റ് ആണ് എ പി, ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ആണ് ആരാണ് പി സി. സെറ്റ് അല്ലേ? എ പി ബൈ പി സി ഇസ് ഈക്വൽ ടു, മുകളില് ഇവിടെ നോക്ക്, പി ഡി, ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് പി ഡി ബൈ ആരാടാ? പി ഡിക്ക് അപ്പുറത്ത് പി ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡി ബൈ സി ബി. എ ഡി ബൈ സി ബി. എ പി എന്ന് പറയുന്നത് 8 ആണ്, പി സി എന്ന് പറയുന്നത് 4 ആണ്. 8/4 ഈസ് ഈക്വൽ ടു പി ഡി തന്നിട്ടില്ല. പി ഡി തന്നിട്ടുണ്ടോ? ഇല്ല. പി ഡി ബൈ പി ബി. പി ബി എത്രയാ? പി ബി 6. ശരിയല്ലേ? അതുപോലെ എ ഡി തന്നിട്ടില്ല. എ ഡി ബൈ ബി സി എന്ന് പറയുന്നത് അഥവാ സി ബി എന്ന് പറയുന്നത് 4 ആണ്. ശരിയല്ലേ? 8/4 എന്ന് പറഞ്ഞാൽ 2 ആണ് മക്കളെ. 2 is equal to പി ഡി ബൈ 6. that is equal to AD by 4.
ഏത് നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടുക? ഏത് നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടുക? പി ഡിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. പി ഡി എന്ന് പറയുന്നത് എത്രയാ? 12 സെന്റിമീറ്റർ. എ ഡിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 2 കിട്ടും. അപ്പൊ എ ഡി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. സെറ്റ് ആണോ? സെറ്റ് ആണോ? അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും പി ഡി ഇസ് ഈക്വൽ ടു 2 into 6, that is 12 centimeter, and AD is equal to 8 centimeter. അതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റ് ആണോ? ഈ ഒരു ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, യെസ്. സിമിലർ ട്രയാങ്കിൾസ് അഥവാ സദൃശ്യ ത്രികോണങ്ങളുടെ ഐഡിയ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ എ സി എന്ന് പറയുന്നത്, മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ എ സി വ്യാസമായിട്ട് നമ്മൾ വൃത്തം വരച്ചാൽ പി എന്ന് പറയുന്നത് ഈ ആംഗിൾ 90 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എ സി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ എ സി വ്യാസമായി വരയ്ക്കുന്ന വൃത്തത്തെ അടിസ്ഥാനമാക്കി പിയുടെ സ്ഥാനം എവിടെയായിരിക്കും? നമുക്ക് 90 ഡിഗ്രി ആയതുകൊണ്ട് വൃത്തത്തിൽ, ശരിയല്ലേ? വൃത്തത്തിൽ ആയിരിക്കും, അതിൽ നോ ഡൗട്ട്, വൃത്തത്തിലായിരിക്കും. ഇനി എ ഡി വ്യാസമായി വരയ്ക്കുന്ന വൃത്തത്തെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് വ്യാസമായിട്ട് വരച്ചാലും ഇത് 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് പിയുടെ സ്ഥാനം എവിടെയായിരിക്കും? വൃത്തത്തിൽ, ശരിയല്ലേ? വൃത്തത്തിൽ തന്നെ ആയിരിക്കും. സംശയം ഉണ്ടോടാ? സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ? വികർണങ്ങൾ പരസ്പരം ലംബമായ ഒരു ചതുർഭുജത്തിന്റെ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വരകളെല്ലാം ഒരു പൊതുവായ ബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുക. അത് വികർണങ്ങൾ പരസ്പരം ലംബമായ ഒരു ചതുർഭുജം. ശ്രദ്ധിക്കണം മക്കളെ, ഞാൻ അങ്ങനത്തെ ഒരു ചതുർഭുജം നിങ്ങൾക്ക് മുന്നിൽ വരയ്ക്കുന്നു. ഇത് ഒരു ചതുർഭുജമാണ്. ഇതിന്റെ ഡയഗണൽസ് പരസ്പരം എന്താണ്? ഇതിന്റെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലാർ ആണ്. എന്താണ്? പെർപെൻഡിക്കുലാർ ആണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 90 ആണ്. ഈ ആംഗിളുകളെല്ലാം 90 ഡിഗ്രി. അങ്ങനെ ഇതെല്ലാം 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന് ഞാൻ പേര് കൊടുക്കണേ, എ ബി സി ഡി. ഈ പോയിന്റിന് ഞാൻ പി എന്ന് പേര് കൊടുക്കുന്നു. ആംഗിൾ എ പി ബി എന്ന് പറയുന്നത്, മക്കളെ, ഇതെല്ലാം ഒരു പൊതുവായ ബിന്ദുവിലൂടെ കടന്നു പോകുമെന്നല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്? അല്ലേ? യെസ്. അപ്പോൾ എ പി ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ശരിയല്ലേ? തന്നിട്ടുള്ള കാര്യം. Therefore, P is on the circle. P എന്ന് പറയുന്നത് വൃത്തത്തിലാണ്. P വൃത്തത്തിലെ ബിന്ദുവാണ്. അല്ലേ? P is on the circle with the diameter AB. With the diameter AB. AB diameter ആയിട്ടുള്ള സർക്കിളിലെ പോയിന്റ് ആണെന്ത്? P. സംശയമുണ്ടോ? അത് എ ബി വ്യാസമായ വൃത്തത്തിലെ ബിന്ദുവാണ് ആര്? പി എന്ന് നമുക്ക് മലയാളം മീഡിയം സ്റ്റുഡൻസിന് എഴുതി വെക്കാം. എ ബി വ്യാസമായ വൃത്തത്തിലെ ബിന്ദുവാണ് പി. ഇപ്പൊ നമ്മൾ ഒരാംഗിളിന്റെ കാര്യം പറഞ്ഞു അല്ലെ? ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആംഗിൾസും എഴുതിക്കൂടെ മക്കളെ? യെസ്. ഓക്കെ, 4 കോമൺ പോയിന്റ് ആണ്. പി എന്ന് പറയുന്നത് 4 വൃത്തത്തിലെയും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതേപോലെ ആംഗിൾ ബി പി സി 90 ഡിഗ്രി ആണ്. Therefore, P is a point on the circle with diameter BC. BC വ്യാസമായിട്ടുള്ള വൃത്തത്തിലെ ബിന്ദുവാണ് ആര്? P എന്ന് പറയുന്നത്. P is a point on the circle with diameter BC. Next, ശ്രദ്ധിച്ചോ? ഇതേ കാര്യം മലയാളത്തിലാണെങ്കിൽ ഇതും ഇവിടെ എ പി ബി എന്ന് പറയുന്ന പോലെ ബി പി സി അല്ലെ? ബി പി സി 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ പി എന്ന് പറയുന്നത് പി സി വ്യാസമായിട്ടുള്ള വൃത്തത്തിലെ ബിന്ദുവാണ് പി. ഇങ്ങനെ എഴുതാം.
അതേപോലെ ആംഗിൾ സി പി ഡി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. Therefore P is a point on the circle with diameter CD. Angle APD is equal to 90 degree. Therefore P is a point on the circle with diameter. നേരത്തെ എഴുതിയ അതേ കാര്യം 4 ആംഗിൾസ് വെച്ചിട്ട് എഴുതാം. ഏതാ ഡയമീറ്റർ? AD വ്യാസമായ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് P. Therefore എന്താ ചലിക്കേണ്ടത്? all circles meet at a common point. Therefore all circles meet at a common point. എല്ലാ വൃത്തങ്ങളും ഒരു പൊതുവായ ബിന്ദുവിൽ കൂടിച്ചേരും അല്ലെങ്കിൽ പൊതുവായ ബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. സെറ്റാണല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആംഗിൾ ബി 100 ആണ്, ഇത് 90 ആണ്, ഇത് 95 ആണ്. അപ്പൊ നമുക്കറിയാം 4 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി ആണ്. മൈനസ് 95 ഡിഗ്രി പ്ലസ് 100 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി. അതായത് 360 മൈനസ് എത്രയാടാ? 90ഉം 95ഉം 185, 285. കുറച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ആംഗിൾ 285 കുറച്ച് കഴിഞ്ഞാൽ 60ഉം 15ഉം 75 ഡിഗ്രി. 75 ഡിഗ്രി. സംശയമില്ല, 75 ഡിഗ്രി. ഇനി if we draw a circle with a BD as a diameter, BD ഡയമീറ്റർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എന്റെ സിന്റെ സ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി മീൻസ് സി ഓൺ ദ സർക്കിൾ അല്ലേ? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ബി ഡി ഡയമീറ്റർ ആയിട്ട് വൃത്തം വരച്ചാൽ സി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. ശരിയല്ലേ? അതേപോലെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കിക്കേ. സി എന്ന് പറയുന്നത് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. Therefore സി ഈസ് ഓൺ ദ സർക്കിൾ. അതേപോലെ ആംഗിൾ എ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ശരിയല്ലേ? ആംഗിൾ എ എന്ന് പറയുന്നത് 95 ഡിഗ്രി ആണ്. അതായത് 95 എന്ന് പറയുമ്പോൾ 90ൽ കൂടുതലാണ്. 90ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? Therefore A is inside the circle. Inside the circle. വൃത്തത്തിന്റെ അകത്താണ് എന്ന് നിങ്ങൾക്ക് കിട്ടും. നോ ഡൗട്ട്, അതിൽ ഒരു സംശയവും വേണ്ട. ഇനി if a circle is drawn through all points A, B and C, D എവിടെയായിരിക്കും? നമുക്ക് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ചെയ്ത് നോക്ക്. സി ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും പോകുന്ന സർക്കിളില് ഡിന്റെ സ്ഥാനമാണ് ചോദിച്ചത്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് നോക്കാം. ബി 100 ആണ്, ഇത് 75 ആണ്. ശരിയല്ലേ? അപ്പൊ കൂട്ടുക 100 പ്ലസ് 75. 100ഉം 75 കൂടെ കൂട്ടിയാൽ 175 ഡിഗ്രി which is less than 180 ഡിഗ്രി. 180 ഡിഗ്രിയിൽ കുറവാണ്. ശരിയല്ലേ? 180 ഡിഗ്രിയിൽ കുറവാണ്. അങ്ങനെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെ കുറവാണ് എങ്കിൽ നമുക്ക് പറയാം ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കുറവാണെങ്കിൽ ഡി എവിടെയാണ്? പുറത്താണ്. ഔട്ട്സൈഡ് ദ സർക്കിൾ. ഡി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് പുറത്ത്. സെറ്റാണോ? വൃത്തത്തിന് പുറത്തായിരിക്കും. നോ ഡൗട്ട്. സെറ്റ് മോനെ. ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ സർക്കിൾസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഒറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ. ഓക്കെ, ഒറ്റ ഒരു ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ നമ്മൾ സർക്കിൾസും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ എ ബിയും സി ഡിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോ ഞാൻ ചെയ്യുന്നത്
ഇതിനെ ഇവിടെ ഒരു സെന്റർ, സർക്കിളിന്റെ സെന്റർ ഞാൻ അടയാളപ്പെടുത്തുന്നു. സർക്കിളിന്റെ സെന്റർ അടയാളപ്പെടുത്തുന്നു. ഓക്കെ, ഈ സെന്ററുമായിട്ട് APCനെ ഞാൻ കണക്ട് ചെയ്യുന്നു. APC എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഞാൻ ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, അതുപോലെ ഇതിനും ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യും. ഓക്കെ ആണല്ലോ. ഈ ആംഗിൾ മക്കളെ ശ്രദ്ധിച്ചേ, എല്ലാരും ശ്രദ്ധിച്ചോ. ഇത് 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഞാനിതാ ഒരൊറ്റ ലൈനും കൂടെ വരയ്ക്കുന്നുണ്ട്. എയും ഡിയും ഞാൻ ജോയിൻ ചെയ്യും. ഓക്കെ, എയും ഡിയും ഞാൻ ജോയിൻ ചെയ്യുന്നു. എയും ഡിയും കൂടെ ഞാനൊന്ന് ജോയിൻ ചെയ്യുന്നു. എല്ലാരും ശ്രദ്ധിച്ചിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിപ്പിച്ചത്. ഓക്കെ, ഇവിടെ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം, തന്നിട്ടുണ്ട്. ഞാൻ ഈ ആംഗിൾ എക്സ് ആണെന്ന് എടുക്കുന്നു. ഓക്കെ, ഈ ഒരു ആംഗിൾ എക്സ് ആണെന്ന് എടുത്താൽ നിങ്ങൾക്ക് പറയാം ഇവിടെ ആംഗിൾ DAB എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 എക്സും 1 90 ആണെങ്കിൽ ഈ ആംഗിൾ 90 - x. സംശയം ഉണ്ടോ അക്കാര്യത്തിൽ? 1 എക്സ് 1 90 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയാ? 90 - x. അപ്പോ ഇവിടെ നോക്കുക, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. ഈ ആംഗിള് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ മക്കളെ? ഈ ആംഗിള് 2x. സംശയം ഉണ്ടോ? ഈ ആംഗിള് 2x, നോ ഡൗട്ട്. ഇനി ഈ ഒരു ആംഗിള് 90 - x ആണെങ്കിൽ, ഈ ആംഗിള് 90 - x ആണെങ്കിൽ അത് തന്നെ അതിന്റെ ഡബിൾ അല്ലേ ഇവിടെ വരിക? 2 × 90 - x. 2 × 90 180 - 2x. അതിൽ ഒരു ഡൗട്ടും ഇല്ലല്ലോ. അതിൽ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഹിയർ ഈ രണ്ട് ആർക്കും ചേർന്നാൽ, ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നാ ചോദിക്കുന്നത്? ഹാഫ് സർക്കിൾ ഉണ്ടാവുമോ, സെമി സർക്കിൾ ഉണ്ടാവുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അർദ്ധവൃത്തം, വൃത്തത്തിന്റെ പകുതി ആകുമെന്നാണ് തെളിയിക്കേണ്ടത്. ഇതും അതുപോലെ ഇതും. അപ്പൊ എങ്ങനെയാ തെളിയിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോ. വളരെ അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം ജസ്റ്റ് ഇതൊന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ AD യോജിപ്പിക്കുക. ഓക്കെ, AD യോജിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലെറ്റ് ആംഗിൾ ADC = x. ADC x ആണ് ആംഗിൾ. ഈ പോയിന്റിന് നമ്മൾ തൽക്കാലം ഒരു പേര് കൊടുക്കാം. ഈ പോയിന്റിന് ഞാൻ ഒരു പേര് കൊടുക്കുന്നു. ഇത് ABC ഒക്കെ കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ പേര് കൊടുക്കുന്നു F. എന്താ പേര് കൊടുത്തേ? F. സെറ്റ് ആണല്ലോ. ആംഗിൾ AFD, ഇത് ഞാൻ F എന്ന് പേര് കൊടുത്തു. ആംഗിൾ AFD = 90 ഡിഗ്രി. Therefore ആംഗിൾ FAD അഥവാ BAD, ആംഗിൾ FAD അഥവാ BAD = 90 - x. ശരിയല്ലേ? ഇത് 90ഉം ഇത് എക്സും ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം 90 - x ആയിരിക്കും. 90 - x. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ ശ്രദ്ധിച്ചോ. അപ്പോൾ ആംഗിൾ AOC എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണെങ്കിൽ അതിന്റെ ഡബിൾ. നോക്കണേ, എല്ലാരും നോക്കോ. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ അതിന്റെ ഡബിൾ ആണ് ഇവിടെ വരിക. സെൻട്രൽ ആംഗിൾ 2x. അതുപോലെ ആംഗിൾ ശ്രദ്ധിച്ചോ, അങ്ങനെയല്ലോ. ആംഗിൾ ഏതാണ്? ആംഗിൾ DOB ആംഗിൾ DOB എന്ന് പറയുന്നത് എത്രയാടാ? DOB എന്ന് പറയുന്നത് 2 × 90 - x. ഈ ആംഗിൾ 90 - x ആണെങ്കിൽ അതിന്റെ ഡബിൾ ആണ് ആ സെൻട്രൽ ആംഗിൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 - 2x. 180 - 2x.
സെറ്റ് ആണല്ലോ. 180 മൈനസ് 2x. സംശയമല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും ആംഗിൾസ് കിട്ടി. അപ്പോ ഇത് രണ്ടും ചേർത്ത് വെച്ച വൃത്തത്തിന്റെ പകുതിയാകും, അഥവാ ഹാഫ് ഓഫ് ദ സർക്കിൾ ആവും എന്നാണ് തെളിയിക്കേണ്ടത്. അതിന് സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആണ് തെളിയിച്ചാൽ മതി. ആംഗിൾ AOC പ്ലസ് ആംഗിൾ DOB is equal to x plus 180 2x plus 180 minus 2x. 2x 2x കുറച്ചാൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 180 ഡിഗ്രി. അതായത് സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആണ്. ആ രണ്ട് ആർക്കിന്റെയും സെൻട്രൽ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് അത് ഹാഫ് ദ സർക്കിൾ ആവും. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്. അതാണ് അതിന്റെ പ്രൂഫ്. ഹെൻസ് ദ പ്രൂഫ് എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ചോദ്യം കൂടിയാണ് ചെയ്യാനുള്ളത്. ഇത് വരയ്ക്കാനുള്ള ചോദ്യമാണ്. 24 സെന്റിമീറ്ററുള്ള റെക്ടാങ്കിൾ വരയ്ക്കണം, എന്നിട്ട് അതിന്റെ അതേ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കണം. 24 കിട്ടാൻ ഏതൊക്കെ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 6ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിയല്ലേ? 6ഉം 4ഉം 6ഉം 4ഉം എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സും കൂടെ കൂട്ടിയാൽ എത്രയാടാ? 6ഉം 4ഉം കൂടെ കൂട്ടിയാൽ 6ഉം 4ഉം കൂടെ കൂട്ടിയാൽ 10 ആണ്. ശരിയല്ലേ? അപ്പൊ 10 ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കുക. 10 ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കുക. അതായത് റേഡിയസ് 5 ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കുക. 5 സെന്റിമീറ്റർ. അതിനോട് ഒന്നും കൂടെ കൂട്ടിയാൽ 6 ആയല്ലോ. യെസ്, ഇത് 4 സെന്റിമീറ്റർ. സെറ്റ് ആണോ മോനെ? സംശയമല്ലല്ലോ. ഇവിടെ 90 ഡിഗ്രി വരുന്ന രീതിയിൽ മുകളിലേക്ക് ഒരു കുത്തനെ ഒരു ലൈൻ വരയ്ക്കുക. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, ഇവിടെയും പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുക. ഈ ലെങ്ത് കോമ്പസിൽ എടുക്കുക, എന്നിട്ട് ആർക്ക് വരയ്ക്കുക. അങ്ങനെ ആർക്ക് വരച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഈ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടും 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് ഞാൻ പേര് കൊടുക്കുന്നു PA, അതുപോലെ ഇതാണ് PB. ഓക്കെ, AB ആണ് ഡയമീറ്റർ. ഇതാ AP എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിക്കുക, റേഡിയസ് 5 സെന്റിമീറ്റർ ആണെങ്കിലും AP എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നതാണ് 5 സെന്റിമീറ്റർ. സെറ്റ് ആണോ? 6ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ PC സ്ക്വയർ. ഇതാണ് PC. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങൾ അത് വരയ്ക്കേണ്ടത്. വരയ്ക്കുന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ തന്നിട്ടുള്ളതാണ്. അതൊക്കെ ഉപയോഗിച്ച് ഏറ്റവും അടിപൊളിയായിട്ട് മക്കൾ പഠിക്കാം. സെറ്റാണല്ലോ? ഓക്കെ, ഞാൻ നിങ്ങളോട് ഇന്ന് ഇത് റെക്കോർഡ് ചെയ്ത് എന്തായാലും തരുമെന്ന് പറഞ്ഞതാണ്. ഞാൻ ആ വാക്ക് വായിക്കും. ഇന്ന് തന്നെ ഞാനിത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ നാളെയല്ല, ഇന്നിപ്പോൾ സമയം 1:30 ആവാനായി. അപ്പോൾ ഇന്ന് പകൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കിട്ടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ശ്രദ്ധിച്ചോ, സ്കോർസ്, കുട്ടികളുടെ സ്കോർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? ബിലോ വെച്ചിട്ട് എഴുതാം അല്ലേ? 10ൽ കുറവ്, ബിലോ 10 എന്നുള്ളതിന് പകരം മലയാളം മൊഴിയാണെങ്കിൽ 10ൽ കുറവ്. 10ൽ കുറവ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ ആളെ 5, ബിലോ 10 എന്നുള്ളതിന് 5. അടുത്തത് ബിലോ 20 സ്കോർ എന്ന് പറയുന്നത് ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF. ഓക്കെ, ബിലോ 20 20ൽ കുറവ് മാർക്കുള്ളത് 5ഉം 8ഉം കൂടെ കൂട്ടിയാൽ 13. അടുത്തത് ബിലോ 30 10ഉം കൂടെ കൂട്ടുമ്പോൾ 23. ബിലോ 40 23 13 കൂടെ കൂട്ടിയാൽ 36. ബിലോ 50 50ൽ കുറവ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 9 പേരെ കൂടെ കൂട്ടിയാൽ 45. അപ്പോ ഇവിടെ എണ്ണം എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ മീഡിയൻ എന്ന് പറയുന്നത്, ഇവിടെ മീഡിയൻ അഥവാ മധ്യമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. 45 ഓഡ് നമ്പർ ആയതുകൊണ്ട് 1 കൂട്ടാ, പകുതി എടുക്കുക. 46ന്റെ പകുതി 23. 23ാമത്തെ കുട്ടീന്റെ മാർക്കാണ് നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ 23ാമത്തെ കുട്ടീന്റെ മാർക്കാണ്. ഓക്കെ,
23ാമത്തെ കുട്ടീന്റെ മാർക്കാണ് മീഡിയൻ. അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കണ്ടേ? അതിന് നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതിന് 23 എവിടെയാ വരുന്നത്? 20. ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ്. ഓക്കെ, അപ്പോ നമ്മൾ ഇതാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവാം. D is equal to 30 minus 20 divided by ഇവിടെ ഏതൊക്കെ നമ്പർ? 23, 13. 23 minus 13, അതായത് 10/10, that is equal to 1. കോമൺ ഡിഫറൻസ് വീണ്ടും ഈ ചോദ്യത്തിനും 1 തന്നെയാണ്. സോ നമ്മൾ ലൈവ് ചെയ്ത ക്വസ്റ്റ്യനും 1 തന്നെയായിരുന്നു അല്ലേ? ഇനി നോക്കിക്കേ, എല്ലാവരും നോക്കോ. 13ാമത്തെ കുട്ടീന്റെ മാർക്ക് നമ്മൾ 20 എടുക്കാം. ഓക്കെ, x13 is equal to 20. x14 ചോദിച്ചാൽ x13നോട് d/2 കൂട്ടണം. അതായത് ഇവിടുത്തെ ആദ്യത്തെ ആൾ ഈ ക്ലാസ്സിലെ 20 to 30 എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള ആദ്യത്തെ ആളുടേത് 14ാമത്തെ കുട്ടിയാണ്. x14, അത് x13നോട് 20 പ്ലസ് 1/2, that is equal to 20.5. 20.5. ഇനി 23 കാണേണ്ടത്. x23 കാണാൻ x14നോട് 7 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാ പോരെ? പോരാ, 9 തവണ കോമൺ ഡിഫറൻസ് കൂട്ടാം. ശരിയല്ലേ? 9 തവണ കോമൺ ഡിഫറൻസ് കൂട്ടാം. x14 എന്ന് പറയുന്നത് 20.5 ആണ്. 9 × 1 കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ 29.5 എന്ന് നിങ്ങൾക്ക് കിട്ടും. അതാണ് മീഡിയൻ. ഓക്കെ, 23ാമത്തെ കുട്ടീന്റെ മാർക്കാണ് മീഡിയൻ എന്ന് പറയുന്നത്, അഥവാ മധ്യമം. മനസ്സിലാക്കുക, മധ്യമം അഥവാ മീഡിയൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു x23 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണോ? സംശയം ഒന്നുമില്ലല്ലോ, ഒരു ഡൗട്ടും ഇല്ലല്ലോ മക്കളെ? ക്ലീൻ ആൻഡ് ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റപ്പ് അല്ലേ? അപ്പോ ഒരൊറ്റ ചോദ്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തരികയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. റേഡിയസ് 12 സെന്റിമീറ്റർ ആയിട്ടുള്ള ക്യൂബിന്റെ 12 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഗോളം അഥവാ സ്ഫിയർ, ഇതിന്റെ വ്യാപ്തം അഥവാ വോളിയം എത്രയാണ്? വ്യാപ്തം അഥവാ വോളിയം എത്രയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.